ADGP MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത് അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ വിവിധ ലക്ഷ്യങ്ങളുണ്ടെന്ന സംശയമാണ് DGP മുന്നോട്ട് വച്ചത്. കൂടിക്കാഴ്ച സംബന്ധിച്ച അജിത് കുമാറിന്റെ വിശദീകരണം പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു DGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. 2023 മെയ് 22-ന് ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബാലയെ കണ്ടതിനു പിന്നിൽ 3 ഗുരുതര ലക്ഷ്യങ്ങളുണ്ട് എന്ന സംശയമാണ് DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് മുന്നോട്ടുവച്ചത്. UPSCയെ സ്വാധീനിച്ച് DGP പട്ടികയിൽ ഇടം നേടാനായിരുന്നോ കൂടിക്കാഴ്ച എന്നതാണ് ആദ്യ സംശയം. ഇതുവരെ ലഭിക്കാതിരുന്ന രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിനു വേണ്ടിയാണോ എന്നത് രണ്ടാമത്തെ സംശയം. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നതാണ് അവസാനത്തെ സംശയം. അജിത് കുമാറിന്റെ മൊഴി മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയതെന്നും RSS നേതാക്കൾ ആരും സഹകരിച്ചില്ല എന്നും അതിനാൽ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കിലോമീറ്ററുകൾ മണിക്കൂറുകളോളം സഞ്ചരിച്ച് തൃശൂരിലെ ഒരു സ്കൂളിലെത്തി ഹൊസബാലയുമായി കൂടിക്കാഴ്ച നടത്തിയതിലും ദുരൂഹതയുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ദത്താത്രേയ ഹൊസബാല എന്ന പേര് പരിചിതമായത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാത്രമാണ്. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതുപോലെയല്ല ഇത്. ADGPയുടെ മൊഴിയിൽ പറയുന്നതുപോലെ രാഹുൽ ഗാന്ധിയെയും VD സതീശനെയും കാണുന്നതുമായി ഇത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. പോലീസ് സേനയുടെ സ്വത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്നും DGP റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന അജിത് കുമാറിന്റെ മൊഴി പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. എന്നാൽ PV അൻവർ MLA നൽകിയ പരാതികളിൽ ഗുരുതരമായതൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. മീഡിയ വൺ, തിരുവനന്തപുരം.